ഇത് പറയാൻ പറ്റില്ല. നല്ല രസമായിട്ട് നല്ലപോലെ ചിരിച്ച് കുറെ നാളെ ശേഷം നല്ലപോലെ ചിരിച്ച് ഊപ്പാടാണ് ഇവൻ. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, പക്ഷെ എന്തോ എവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത്യാവശ്യം രസമുണ്ട്, വലിയ രസമൊന്നുമില്ല. വേറെന്തൊക്കെയുണ്ട്? എല്ലാരും നല്ല സൂപ്പറായി. വെൽക്കം ബാക്ക്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ കോമ്പലിലെത്തുന്ന ഒരു ഫൺ എന്റർടൈനർ 18+ ജോ ആൻഡ് ജോ സിനിമകളുടെ സംവിധായകൻ അരുൺ ഡി ബോസ് ഡയറക്ട് ചെയ്യുന്ന ബ്രോമാൻസ്, മ്യൂസിക് ബൈ ഗോവിന്ദ് വസന്ത. ഇപ്പോൾ ബ്രോമാൻസ് കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നേരെ റിവ്യൂലേക്ക്. കുഴപ്പമില്ല. നമ്മളെ യൂത്തിന്റെ കോമഡി ആണോ അതോ ഇപ്പോഴത്തെ യൂത്തിന്റെ ലവ് ട്രാക്ക് ഉണ്ട്? ലവ് ട്രാക്കും ഉണ്ട്, പിന്നെ കോമഡി, പിന്നെ ഒരു ജേണി മൂവി കൂടിയാണ്. കോമഡി ഒക്കെ വർക്കായി. കോമഡി ഇപ്പോഴത്തെ പയ്യന്മാർക്ക് വർക്കായി, നമ്മൾക്ക് ഒരു ആവറേജ്. ഒരു ഇത് പറയാൻ പറ്റില്ല. നല്ല രസമായിട്ട് നല്ലപോലെ ചിരിച്ച് കുറെ നാളെ ശേഷം നല്ലപോലെ ചിരിച്ച് ഊപ്പാടാണ് ഇവൻ. അർജുൻ അശോകനും സംഗീത് പ്രതാപും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ് തന്നെ. മാത്യു അർജുനാണോ സ്കോർ ചെയ്തത്? രണ്ടുപേരും, അർജുൻ അശോകനും സംഗീത് പ്രതാപും ചിരിച്ചു ഊപ്പാടുള്ള ഈ രണ്ടും കൂടെ. സ്റ്റോറി ഒക്കെ പറയുകയാണെങ്കിൽ സ്റ്റോറി ഒരു ബ്രദറിനെ കണ്ടുപിടിക്കാൻ പോണ സംഭവം പക്ഷെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല തിയേറ്റർ വാച്ചിന് എങ്ങനെ ആയിരിക്കും? തിയേറ്റർ വാച്ചിന് സെറ്റാണ്. ഫ്രണ്ട്സ് ആയിട്ട് പോയി കാണാം. നല്ല രസം. വർക്കായി കോമഡി ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം രസമുണ്ട്, വലിയ രസമൊന്നുമില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞു. പൊട്ടിച്ചിരിപ്പിന്നൊക്കെ തമാശയൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയില്ല, കുറച്ച് ഓവറാണ്. പിന്നെ ഓരോ ടേസ്റ്റ് ആണല്ലോ, ചില ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തിയേറ്റർ വാച്ചിനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെ വെച്ചാല് അത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അത്ര വലിയ വർക്കായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, നല്ല ഭയങ്കര അടിച്ചുപൊളി മൂടാണോ പോയിക്കുന്നത്? അടിച്ചുപൊളി, അതാ പറഞ്ഞ ഓരോരുത്തര വൈബാണല്ലോ. എന്താണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണോ? നെഗറ്റീവ് ഒന്നുമില്ല, അത് കുറച്ച് ഓവറായിട്ട് തോന്നി, അത് തന്നെ നെഗറ്റീവ്, പറഞ്ഞില്ല. പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡി ആ ഒരു ലെവലൊക്കെയാ പറഞ്ഞത്, അത്ര ഉണ്ടോ? ട്രെയിലർ കണ്ട് ഒരിക്കലും ഈ പടം കാണാൻ പറ്റില്ല. പടം കാണാൻ വന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലാണ് അത്യാവശ്യം എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയതേ ഉള്ളൂ. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, പക്ഷെ ലോജിക് ബേസ് കുറേ പ്രോബ്ലംസ് പടത്തിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ബ്രോമൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഹാങ് ഓവർ ഒക്കെ ആയിട്ടൊക്കെ ബന്ധമുണ്ട്. ഏത് ഇംഗ്ലീഷ് മൂവി ഹാങ് ഓവർ ആ ഒരു ടൈപ്പാണോ? അല്ല, ആ ഒരു ടൈപ്പ് പറയല്ലേ. ഇത് നമുക്ക് ജസ്റ്റ് എന്താ പറയാ, പുള്ളിക്കാരൻ്റെ മറ്റേ ആദ്യത്തെ 2 വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇത് കയറിയത്. ജോ ആൻഡ് ജോ 18+ ഒക്കെ ആ ഒരു സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് പിടിച്ചേക്കുന്നത്. ഇത് ഇച്ചിരി ലൗഡ് ആയിട്ടുള്ള കോമഡി അങ്ങനെയാണോ? അല്ല, ഇത് ജസ്റ്റ് എന്താ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, പക്ഷെ എന്തോ എവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ അഡ്വഞ്ചർ ആയിട്ടൊക്കെ വരുന്നോണ്ട് ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് അതൊക്കെയാണോ? ചെറിയ ലോജിക്കൽ മിസ്റ്റേക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിൻ്റെ അത്. പക്ഷെ കോമഡി വർക്കൗട്ട് ആയിട്ട് ഇല്ലെന്ന് പറയാനില്ല, പക്ഷെ എന്തോ എവിടെയൊക്കെ ഒരു പോരായ്മ ഉണ്ട്. നമുക്ക് ആ ഒരു ട്രെയിലർ കണ്ട ആവേശം പടം കണ്ട് ഇറങ്ങുമ്പോൾ തിയേറ്റർ വാച്ചിനുള്ള മൊമെന്റ്സ് ഒക്കെ വൺ ടൈം വാച്ചബിൾ ആണ്. അത്രേ ഉള്ളൂ. ബ്രോ എങ്ങനെയുണ്ട്? ക്ലാസ് വിന്നർ ആവോ? പറയാൻ പറ്റത്തില്ല, ബട്ട് ഐ പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമഡി മൂവിയാണ്. നല്ല ചിരിക്കാനുള്ള പാട്ട് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഈക്വലായിട്ട് റോൾ അവർ നന്നായിട്ട് ഡിവൈഡ് ഉണ്ട്. ആര് ചെയ്താൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. തിയേറ്റർ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, ഉണ്ട്, കുറേ ഉണ്ട്. ചിരിക്കാനായിട്ട് ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ഹാഫായാലും ശരി, സെക്കൻഡ് ഹാഫായാലും ശരി. സ്റ്റോറി ഫ്രഷ് സ്റ്റോറിയാണ്, മുന്നിറങ്ങിയതായിട്ട് എന്തെങ്കിലും? ഇല്ല, ഇതൊരു ബന്ധമില്ല. ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് സ്റ്റോറിയാണ്. അതുകൊണ്ട് കാണാനും അടിപൊളിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടും പടം നല്ലതാ, അടിപൊളി പടം, നല്ല കോമഡിയാണ് ഫുള്ള്. കോമഡി തന്നെയാണ്, നല്ല കോമഡിയാണ്. ഒരു ക്ലാസ് വിന്നർ ആവാൻ തിയേറ്റർ വാച്ചിന് അത് തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ നല്ല കോമഡി ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതല്ല. പിന്നെ ഓരോന്നനുസരിച്ചിരിക്കും, മറ്റു സിനിമ നമുക്ക് അറിഞ്ഞൂടല്ലോ, അവിടെ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റും. യൂത്തിന് മാത്രം വർക്കാവുന്ന കോമഡീസ് ആണോ അതോ ഫാമിലിക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്ന സാധനം തന്നെയാണ്. നല്ല പടമാണ്, നല്ലൊരു ഇതാണ്, നല്ല കോമഡി പടമുണ്ട്, നല്ല എൻജോയ് ചെയ്ത് പടം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെ കോമഡി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മുമ്പ് കണ്ടിട്ടുള്ള പടം കണ്ട സാമ്യമുള്ളതുണ്ടോ? ഫ്രഷ് കോമഡിയാണോ? നല്ല കോമഡിയാണ്. പക്ഷെ വേറെ ഒന്നുമില്ല. പിന്നെ വേറെന്തൊക്കെയുണ്ട്? വേറെ എല്ലാരും നല്ല സൂപ്പർ ആയിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എന്റർടൈനർ ആണോ? അതെ, അങ്ങനെ നല്ലൊരു കോമഡി പടം, നല്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഫുള്ള് കോമഡി വർക്കായോ? സെറ്റായിരുന്നു. ഓക്കെ.